ഏതൊക്കെ ഹോട്ടൽ, എത്ര ഹോട്ടലുകളിൽ പോയി? നമ്മൾ 10ഓളം ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. ഒല്ലൂർ സോണലിലെ പരിധിയിലാണ് നമ്മൾ പരിശോധന നടത്തിയത്. അതിൽ നിന്ന് രണ്ട് ഹോട്ടലിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ പരിധിയിൽ ഇപ്പോൾ 4 സ്ക്വാഡായിട്ട് തിരിഞ്ഞ് ഏകദേശം 25ഓളം കടകളിൽ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തതായിട്ടാണ് വിവരം അറിഞ്ഞത്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെയും നഗരസഭ ചെയർമാന്റെയും ഹെൽത്ത് സൂപ്പർവൈസറുടെയും നിർദ്ദേശപ്രകാരമാണ് ഈ പരിശോധന. തുടരുമോ അതോ ഈ ദിവസം മാത്രം കൊണ്ട് തീരാനാണ് സാധ്യത? അപ്പോൾ കഴിഞ്ഞ ദിവസം പെരിഞ്ഞാനത്ത് ഒരു പ്രശ്നം ഉണ്ടായി, അപ്പം നിങ്ങൾ തിടുക്കത്തിൽ എല്ലായിടത്തും ഇത് നടത്തുന്നു, പിന്നീട് അത് അങ്ങോട്ട് തണുത്തു പോകുന്ന ഈ സ്ഥിതി ഉണ്ടാവും? ഇത് ഡേ സ്ക്വാഡും അതേപടി നൈറ്റ് സ്ക്വാഡും ക്രമീകരിച്ചിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ നൈറ്റ് സ്ക്വാഡും ശക്തി പ്രാപിക്കുന്നതായിരിക്കും. കാരണം 4 സ്ക്വാഡുകളാണ് രാവിലെ പോയത്. അതേപോലെ 4 സ്ക്വാഡുകൾ. നിങ്ങൾ ആരോഗ്യവകുപ്പ് കൃത്യമായ ഒരു പരിശോധന നേരത്തെ നടത്തിയിരുന്നെങ്കിൽ പഴകിയ ഭക്ഷണം ഉണ്ടാവില്ല. ഇതെല്ലാം ഒട്ടുമിക്ക ഹോട്ടലുകളിലും പഴകിയ ഭക്ഷണം സ്വാഭാവികമായി സൂക്ഷിക്കാറുണ്ട്. ഈ ഒരു വിഷയങ്ങൾ വന്നുകൊണ്ട് മാത്രമാണോ ഇത്തരത്തിലുള്ള അടിയന്തരമായിട്ടൊരു ശ്രദ്ധയിലേക്ക് വന്നത്? മാസത്തിൽ 2 തവണ എല്ലാ റൊട്ടീനായിട്ട് പരിശോധന നടത്താറുണ്ട്. പക്ഷേ ഇപ്പോൾ പെരിങ്ങലത്ത് വന്ന ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർശന പരിശോധന നടത്തിയതും ഇങ്ങനെ പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തതും തുടർ നടപടി സ്വീകരിക്കാൻ പോകുന്നതും.